അസ്സലാമു എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. 2.5 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചു കൊടുക്കാം. ഒരു 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലില്ലതോ എല്ലില്ലാത്തതോ ആയ 200 ഗ്രാം ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞ 1/2 കപ്പ് ബീൻസ്, ചെറുതായി അരിഞ്ഞ 1/2 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ചെറുതായി അരിഞ്ഞ കാബേജ്, പിന്നെ ചെറിയ പീസ് ക്യാപ്സിക്കം. ഉണ്ടാക്കാനുള്ള കടായി അടുപ്പത്ത് വെച്ച് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. കാബേജും ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി എടുത്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം എൻ്റെ അടുത്ത് പച്ച കളർ ഇല്ലാത്തത് കൊണ്ട് ചുവപ്പ് കളറാണ് ചേർത്ത് കൊടുത്തത്. 1/4 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് വേവിച്ച ചിക്കൻ ഇതുപോലെ കൈവച്ച് ഒന്ന് ചിക്കിയതാണ്. അതൊന്ന് ചെറുതായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാൻ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ കടായിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വലുതായി ഒന്ന് ചിക്കിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അധികം ഉടച്ച് ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വലുതായിട്ട് തന്നെ ഇതുപോലെ ചിക്കിയെടുത്താൽ മതി. ഇത്രയേ വേണ്ടൂ. ഇനി പാത്രത്തിലോട്ട് മാറ്റാം. റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1/4 ഭാഗം വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി കുതിർത്ത് മാറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് 1/4 ഭാഗം മാത്രം വേവിച്ചെടുക്കാം. 1/4 ഭാഗം കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഇനി സോട്ടാക്കി എടുത്ത വെജിറ്റബിൾസിലേക്ക് കുറേശ്ശെ റൈസും ചിക്കിയ ചിക്കനും മുട്ടയും ചേർത്ത് കൊടുക്കാം. ഫുള്ള് ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഇളക്കിയെടുക്കലിലാണ് ഫ്രൈഡ് റൈസ് നന്നായി കിട്ടുക. അരിയും ചിക്കനും മുട്ടയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് മിക്സാക്കി എടുക്കാനായിട്ട് നല്ല ഇരുമ്പിൻ്റെ കടായിയാണ് നല്ലത്. അതിലാവുമ്പോൾ ഫ്രൈഡ് റൈസ് നല്ല പെർഫെക്റ്റായി കിട്ടുകയും ചെയ്യും. ഇനി കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും സ്പ്രിംഗ് അനിയനും ചേർത്ത് വാങ്ങി വെക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.